ഈ കസ്റ്റമർ കെയറിലേക്ക് സ്വാഗതം. എന്റെ പേര് വിക്സ്. ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? എന്താണ് വിക്സോ? പേരെന്താ പറഞ്ഞേ? വിക്സി, പറഞ്ഞോളൂ. ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നിരുന്നു. ഓക്കെ. അതെ, ഞാൻ കോൾ ബാക്കിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതായത് നിങ്ങളുടെ സീനിയർ ഓഫീസറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ ഇത്തിരി തിരക്കായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കൊടുത്ത കംപ്ലൈന്റിന് എന്തോ ഒരു ഇഷ്യൂ കൊണ്ടാണ് വിളിച്ചത്. ഓക്കെ. അപ്പോ അതിന് ചെയ്യാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഞാൻ തിരക്കായത് കാരണം എനിക്ക് അപ്പൊ സംസാരിക്കാൻ പറ്റില്ല. അതെന്താണ് ആ പ്രോബ്ലം എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാമോ? നമ്പർ എത്രയായിരുന്നു? മൊബൈൽ നമ്പറോ? ഏത് നമ്പറിലാണ് ഇഷ്യൂ ഉള്ളത്? ഈ സെയിം നമ്പറിൽ തന്നെയാണ് ഇഷ്യൂ. എന്താണ് ഇഷ്യൂ? എന്താണ്? നെറ്റ് കിട്ടുന്നില്ല, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണ്. അതായത് ഡാറ്റയ്ക്കാണ് പ്രശ്നം. ഓൾറെഡി ഒരു കംപ്ലൈന്റ് സാർ കൊടുത്തിരുന്ന കംപ്ലൈന്റിൽ അതൊരു വീക്ക് ഇൻഡോർ കവറേജ് ഏരിയ ആണ്. 500 മീറ്റർ മാറി ഞങ്ങൾക്ക് ഒരു ഒപ്റ്റിമൈസേഷൻ പോസിബിൾ അല്ല എന്നാണ് ഓൾറെഡി കൊടുത്ത കംപ്ലൈന്റ് കാണിക്കുന്നത്. അപ്ഡേഷൻ വർക്കുകളൊക്കെ തന്നെ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. സാർ വെയിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എത്ര നാള്? സാർ എന്തായാലും ഇപ്പോൾ നമുക്കൊരു ഒപ്റ്റിമൈസേഷൻ പോസിബിൾ അല്ല. അപ്ഡേഷൻ വർക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നടക്കുന്നതായിരിക്കും. സാർ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അതാ ചോദിക്കുന്നത്, എത്ര നാള്, എത്ര നേരം, എപ്പോ? അത്ര നാള് റീചാർജ് ചെയ്ത് തരാതിരിക്കാൻ പറ്റുമോ? ഭാവിയിലേക്ക് അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നതായിരിക്കും. സാർ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നാ ഞാൻ ഈ റീചാർജ് ചെയ്ത പൈസ തിരിച്ചു തരും. ഞാൻ 1 വീക്ക് എന്തോ ആയിട്ടുള്ളൂ റീചാർജ് ആയിട്ട്. അതെന്താ ചെയ്യണ്ടേ? റീഫണ്ട് ഓപ്ഷൻ ഇല്ല. സാർ വെയിറ്റ് ചെയ്തോളൂ. അപ്ഡേഷൻ വർക്കുകളൊക്കെ എത്ര നാള്? നടക്കുന്നതായിരിക്കും. ഇപ്പൊ 2 ദിവസം വെയിറ്റ് ചെയ്താൽ മതിയോ? അല്ലെ ഇന്ന് ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ മതിയോ? സോറി സാർ, എന്തായാലും വെയിറ്റ് ചെയ്തോളൂ. ഞങ്ങളത് ക്ലിയർ ചെയ്ത് അത് എത്ര നാള് നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ അടുത്ത് അല്ല, നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിൽ മേൽ ഓഫീസറിന്റെ അടുത്ത് കൊടുക്കും സംസാരിക്കാം. സാർ നിലവിലെ വീക്ക് ഇൻഡോർ കവറേജ് ഏരിയ എന്ന് വെച്ചാൽ ഭാവിയിലേക്കാണ് അവിടെ ഒരു അപ്ഡേഷൻ. എന്താണ്? ക്ലിയർ ആയില്ല. ഭാവിയിലേക്ക് അവിടെ ഒരു അപ്ഡേറ്റ്. ഇപ്പോൾ കറന്റ് അതൊരു വീക്ക് ആയിട്ടുള്ള ഒരു കവറേജ് ഏരിയ ആണ്. നിലവിൽ നമുക്ക് ഇത്രയും നെറ്റ്വർക്ക് അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ സാർ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയുള്ള യൂസേഴ്സിന് ഒന്നും തന്നെ ഇങ്ങനെ റീചാർജ് ചെയ്തോണ്ട് അപ്പൊ ഇത്ര നാൾ ചെയ്താൽ ഒന്നുമല്ല, അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല സാർ. വെയിറ്റ് ചെയ്തോളൂ. ഇഷ്യൂസ് ഒക്കെ തന്നെ ക്ലിയർ ആവുന്നതായിരിക്കും കേട്ടോ. എന്റെ പൊന്നു മാം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാൾ കുറെ നാളായി. ഞാൻ ഇതിനു മുമ്പ് പല കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് വെയിറ്റ് ചെയ്യാണ്. പലതവണ എന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. 3 മന്ത് പറഞ്ഞു. ലാസ്റ്റ് ഇന്നലെ മിനിഞ്ഞാന്നൊന്ന് ഞാൻ വിളിച്ചപ്പോഴേക്കും എന്റെ അടുത്ത് 27-ാം തീയതി ലാസ്റ്റ് ഡേ പറഞ്ഞു. 27-ാം തീയതിക്കുള്ളിൽ ഈ ഒരു പ്രോബ്ലം മാറ്റാം. ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറിന്റെ അടുത്ത് സംസാരിച്ചത് ഒരു നൈറ്റ് സമയത്താണ് ഞാൻ വിളിച്ചത്. ആ ഒരു കാര്യത്തിന്റെ ഇത് പറയാൻ വേണ്ടി ക്ലാരിറ്റി എനിക്ക് രണ്ടാമത് ഇന്ന് രാവിലെ എനിക്ക് എന്നോട് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരക്കായിരുന്നു. ഒരു 11 ആയപ്പോഴാണ് വിളിച്ചത്. അപ്പൊ തിരക്കായിരുന്നു. ഇതുപോലെ എന്റെ അടുത്ത് പറ്റില്ല, അതാവുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ ഒഴിവ് പറഞ്ഞു. പക്ഷെ ഞാൻ തിരക്കായതുകൊണ്ട് ഇനി കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തു. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. ഇത് ഇപ്പോ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഉപകാരമായിരിക്കും. കാരണം എന്റെ പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത തവണ റീചാർജ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും. എത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ ഇതിന് വേറൊരു ഇത് പറയുന്നില്ല. ഇതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ പകരം ഇത് എന്ത് ചെയ്താൽ ഇത് മാറുന്നോ, അല്ലെങ്കിൽ ഇത്ര നാൾ നിങ്ങളുടെ പൈസ ഞങ്ങൾ എന്ത് തിരിച്ചു തരാമെന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ പറയുന്നില്ല. എന്ത് ചോദിച്ചാലും ഒന്നും ചെയ്തു തരാൻ പറ്റില്ലെന്നാ പറയുന്നത്. അപ്പൊ ഇത് ഈ സിം എടുത്ത എന്റെ ഒരു ദുരിതമായി തീരുവാണല്ലോ ഇത്. സാർ എന്തായാലും വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതല്ലാതെ വേറൊന്നും അറിയില്ല. അതാ ഞാൻ ചോദിച്ചാൽ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോള് ഹാൻഡ് ഓവർ ചെയ്യൂ. ഞാൻ അവിടെ സംസാരിച്ചോളാം. വെയിറ്റ് ചെയ്യുന്ന ഒരു ഡയലോഗ് അല്ലാണ്ട്. മാക്സിമം നമുക്ക് ഇത്രേ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം അത് വീക്ക് ആയിട്ടുള്ള ഒരു കവറേജ് ഏരിയ അല്ലേ. ഓട്ടോമൈസേഷൻ നമുക്ക് അവിടെ പോസിബിൾ അല്ല. സോ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇവിടുന്ന് മാറി സംസാരിച്ചാലോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിലോ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. സാർ ഞാൻ കൊടുത്തിരുന്ന ലൊക്കേഷന്റെ കാര്യമാണ് പറഞ്ഞത്. വീക്ക് ആയിട്ടുള്ള കവറേജ് ഏരിയ ആണ്. നിലവിൽ നമുക്ക് മാക്സിമം അത്ര നെറ്റ്വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറെ നമ്പറിന് കുഴപ്പമില്ലെങ്കിലോ? ഈ വീക്ക് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ VA നെറ്റ്വർക്കിൽ ആർക്കും തന്നെ നെറ്റ് കിട്ടില്ലെന്നല്ല എന്റെ അർത്ഥം. ഞാനിപ്പോൾ ഈ നമ്പറിന്റെ കാര്യമാണ് സാർ പറഞ്ഞത്. അപ്പൊ അത് എന്റെ സിമ്മിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. നെറ്റ്വർക്ക് വീക്ക് ആണെങ്കിൽ എന്റെ സിമ്മിന് മാത്രമല്ലല്ലോ, എല്ലാ VA നെറ്റ്വർക്കിനും ഉണ്ടാവുന്ന പ്രശ്നമല്ലേ? ഞാൻ ചോദിച്ചത് ക്ലിയർ ആയോ? സർ മനസ്സിലായി. അപ്പോ എന്റെ സിമ്മിന്റെ പ്രശ്നം അല്ലെങ്കിൽ എന്റെ നമ്പറിൽ എന്റെ ഈ ഒരു പർട്ടിക്കുലർ നമ്പറിന് മാത്രം വരുന്ന ഒരു പ്രോബ്ലം അല്ലല്ലോ ഇത്. എല്ലാ VA നെറ്റ്വർക്കിനും ഉള്ളതല്ലേ? ഈ സെയിം സ്ഥലത്ത് നിന്ന് എന്റെ VA നെറ്റ്വർക്കിൽ എനിക്ക് റേഞ്ച് കിട്ടാത്തതുകൊണ്ട്, സ്പീഡ് കിട്ടാത്തതുകൊണ്ട് സെയിം VA നെറ്റ്വർക്കിൽ നിന്ന് തന്നെ മറ്റൊരു നമ്പറിൽ നിന്ന് ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്ത് ഞാൻ എന്റെ ഫോണിലേക്ക് നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതും 1 MB 2 MB പെർ സെക്കൻഡിൽ സെയിം ടൈം. മനസ്സിലായോ? അപ്പോ നമ്മളെ പൊട്ടനാക്കിക്കൊണ്ട് നമ്മുടെ ഏരിയയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പൊട്ടനാക്കുന്ന രീതിയല്ലേ ഇത്?
എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും വേറെ രീതിയിലേക്ക് നമ്മൾ വഴിതിരിച്ചു വിടുക എന്നുള്ള രീതിയല്ലേ ഇത്. ഞാൻ കഴിഞ്ഞ തവണ എന്റെ അടുത്ത് സീനിയർ ഓഫീസറുടെ അടുത്ത് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു പറഞ്ഞിട്ട് 1 മണിക്കൂറോളം എന്നെ കാത്തിരിപ്പിച്ചു. എന്നിട്ട് വിളിച്ചില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ സീനിയർ ഓഫീസർ ആരും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്റെ എന്തോ അവർക്ക് പറ്റാത്തതുകൊണ്ട് സീനിയർ ഓഫീസറിന് എന്നാ കൊടുക്കാം എന്നുള്ള രീതിയിൽ സീനിയർ ഓഫീസറിന് കൊടുത്തു. 10 മണിയല്ല സാർ, 11 മണി വരെ അവർ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ എന്നിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തോളൂ. എന്നിട്ട് അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ആ സീനിയർ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ 27-ാം തീയതിക്കുള്ളിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ഞങ്ങൾ അതിനു മുമ്പ് എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, ഈ ഒരു പ്രോബ്ലം അതുവരെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഉറപ്പ് തന്നിട്ടാണ് ഞാൻ കോൾ കട്ട് ചെയ്ത് പോയത്. ഞാൻ ട്രെയിനിങ്ങിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ റെക്കോർഡ് ചെയ്ത വോയിസ് കോൾ ഒന്ന് എടുത്ത് കേട്ട് നോക്കിയാൽ മതി. ഈ ഒരു കാര്യങ്ങൾ അവരും പറയുന്നുണ്ട്, അവരെങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കേട്ട് നോക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യം, അതാണ് അറിയേണ്ട കാര്യം അതാണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം കേൾക്കണ്ട, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യം കേൾക്കണ്ട, നിങ്ങളുടെ ആ ഏരിയ കൺജസ്റ്റഡ് ആണ്, അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണെന്ന് കേൾക്കണ്ട. ഈ ഒരു ഏരിയ നിന്നുകൊണ്ട് എനിക്ക് ഈ ഒരു VI നെറ്റ്വർക്ക് എടുത്തുകൊണ്ട് എനിക്ക് വീട് മാറി പോകാനൊന്നും പറ്റില്ല. അതൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടവർ ഫിക്സ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ എന്റെ ഏരിയയിൽ റിമോട്ട് ഏരിയയിൽ ടവർ ഫിക്സ് ചെയ്യുന്നവരെ എനിക്ക് ഈ VI നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. എന്ന് കരുതി ഇത് പോർട്ട് ചെയ്യാൻ ഉദ്ദേശമില്ല. ഓക്കെ സർ, വേറെ എന്തെങ്കിലും ഹെൽപ്പ് സർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എന്റെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ് എനിക്ക് റീഫണ്ട് തരാൻ പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. റീഫണ്ട് ഓപ്ഷൻ ഇല്ല. പിന്നെ വേറെ ഹെൽപ്പ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു പ്രോബ്ലം മാറ്റി തരാൻ പറഞ്ഞു, ഞാൻ ചെയ്തു തരുമോ? സർ, നൽകിയിരിക്കുന്ന റെസൊല്യൂഷൻ വീക്കിന്റെ ഒരു കവറേജ് ഏരിയയാണ്. ഭാവിയിലേക്ക് അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നതാണ്. സോ അതുവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്റെ മക്കൾക്ക് ഞാനിപ്പോ ഒരു 24 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭാവിന്ന് ഉദ്ദേശിച്ച് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നിലവിൽ ഇപ്പോൾ കറന്റ് വീക്ക് ആയിട്ടുള്ള ഒരു കവറേജ് ഏരിയ എന്നാണ് നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റ് നൽകിയ റെസൊല്യൂഷൻ. പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സർ ലൊക്കേഷനിലേക്ക്. ഭാവിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലത്. അപ്പൊ ഞാൻ പറയുന്നില്ല, നിലവിൽ വീക്ക് ആയിട്ടുള്ള കവറേജ് ഏരിയ ആണ്. അവിടെ ഇത്രയും നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ ഓപ്റ്റിമൈസേഷൻ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ പറയാം, 299 രൂപയ്ക്ക് റീചാർജ് ചെയ്തതാണ്. 100 രൂപ നിങ്ങൾ എടുത്തോ, സാരില്ല. ബാക്കി 199 രൂപ എന്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുമോ? ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചാൽ 100 രൂപ നിങ്ങൾ എടുത്തോ. ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. പിന്നെ ഞാൻ എന്താ ചെയ്യാം? എനിക്ക് ഇതൊന്നും വേണ്ട. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല സർ. അപ്പൊ ഞങ്ങൾ ഈ കംപ്ലൈന്റ് എല്ലാം സോൾവ് ചെയ്ത് തരാന്നുള്ള രീതിയിൽ ഈ കോൾ സെന്റർ അവിടെ എന്തിനാണ്? ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന് നെറ്റ് കിട്ടാത്തത് ടവറിൽ നിന്ന് വരാത്തത് കൊണ്ടാണ് സാർ, അത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന ഒരു പരിപാടി ഒന്നുമില്ല? അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഞങ്ങൾ മാറ്റിത്തരാന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല? മാം കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണം കോൾ ബ്രേക്ക് ആയി പോയാന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത് അങ്ങനെ പോകാനുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? കാരണം ഇതിനു മുമ്പ് അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? വ്യക്തമാണോ ഞാൻ പറയുന്നത്? ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സർ. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കേട്ടോ. അല്ല, പിന്നെ മിണ്ടാത്ത എന്താ? നിങ്ങൾ ആലോചിക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കായിരുന്നോ എനിക്ക് പറയാനുള്ള? സാർ, വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തോട്ട് കാര്യമില്ല. സാറിനെ നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. സാറിന് അപ്പോൾ സംസാരിക്കാൻ സമയമില്ലായിരുന്നു. കറന്റ് ഇപ്പോൾ സീനിയേഴ്സ് അവൈലബിൾ അല്ല. സംസാരിക്കാൻ അവസരം തരും. ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ ഹാഷായിട്ട് പെരുമാറിയോണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്റെ ആവശ്യത്തിന്, ഞാനാണ് റീചാർജ് ചെയ്യുന്നത്, ഞാൻ എന്റെ ഫോണിലാണ്, ഞാൻ ഒരു യൂസറാണ്. അപ്പം എന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് സമയമുള്ള സമയങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന വരുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ എന്റെ കാര്യങ്ങളും എന്റെ ജോലിയൊക്കെ മാറ്റി വെച്ചോണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കേണ് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ താഴത്ത് ഇങ്ങനെ കുനിഞ്ഞു നിന്നോട് സംസാരിക്കേണ്ട ഗതി കിടന്നു. എന്റെ ആവശ്യങ്ങൾ മാറ്റി തരാൻ വേണ്ടി എനിക്ക് സമയം, എന്റെ സമയം എല്ലാം നോക്കിക്കൊണ്ട് എന്റെ സമയങ്ങളിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ജോലിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കണം. ഞാനാണ് ഈ റീചാർജ് ചെയ്യുന്ന ആള്. അപ്പൊ എന്റെ പൈസ കവറേജ് ഏരിയ ആയതുകൊണ്ട് ഒപ്റ്റിമൈസേഷൻ അവിടെ പോസിബിൾ അല്ല. പറ്റും. നിങ്ങൾ അത് പറയും. നിങ്ങൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്, നിങ്ങളുടെ സ്ഥലങ്ങളിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സർ വേറൊരു ഓപ്ഷൻ ഇല്ല, നിലവിൽ ഇത്രേ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്റെ പൊന്നു മാം, വേറൊരു ഓപ്ഷൻ ഇല്ല. വേറെ പകരം എന്താണ് അവന് വേറെ എന്ത് ചെയ്യാൻ പറ്റും നോക്ക്. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും തന്നെ എന്തിനാണ് ചെയ്യാൻ സാധിക്കുന്നതല്ല, വേറെ ഒന്നും തന്നെ ചെയ്യാൻ എന്നാ പിന്നെ സാധിക്കുന്നതല്ല. നിങ്ങൾ എന്തിനാണ് ഈ ഒരു കോൾ സെന്റർ തുറന്നു വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഓരോ കോൾ അറ്റൻഡ് ചെയ്യാൻ വരുന്ന പോരെ? നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. കമ്പ്യൂട്ടർ തന്നെ ഇത് പറയാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടാവും, വോയിസ് ബ്രേക്ക് ആവും. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ റിമോട്ട് ഏരിയ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കും. നിങ്ങൾ കഴിഞ്ഞ ഇത്രയും നേരം സാർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. ഇതിൽ ഒരേ റെസൊല്യൂഷൻ തന്നെയാണ് സാർ ഇനി തുടർന്നാലും നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണല്ലോ ഇവിടെയും. ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് നിങ്ങൾ പറയുന്ന ഈ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഞാനും കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഈ യൂസേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ മാസങ്ങളായിട്ട് ഞാൻ വിളിക്കുന്ന എല്ലാ കോളിലും കേൾക്കുന്നത്. ഇതിനൊരു മാറ്റം നിങ്ങൾക്കും തരാൻ പറ്റുന്നില്ലേ? സോറി സാർ, ദയവായി ക്ഷമ ചോദിക്കുന്നു സാർ. ഇനി കണ്ടിന്യൂ ചെയ്താലും ഇത് തന്നെ എനിക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ചേടാ എങ്ങനെയാണല്ലോ അപ്പൊ ഞങ്ങൾ എങ്ങനെ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ലേ? സോറി സാർ, തുടർന്ന് യൂസ് ചെയ്തോളൂ, വെയിറ്റ് ചെയ്തോളൂ. തുടർന്ന് യൂസ് ചെയ്തോളൂ, വെയിറ്റ് ചെയ്തോളൂ. നെറ്റ്വർക്ക് ഞങ്ങൾ തരില്ല, നിങ്ങളുടെ പൈസ പോണെങ്കിൽ പൊക്കോട്ടെ. അതല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇത് ലൈവാണ്. എന്റെ പേര് അർജുൻ എന്നാണ്. ഞങ്ങൾ ഇപ്പൊ ഒരു ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പലതവണ ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാമോ? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ മാം, കേൾക്കുന്നുണ്ടോ? മാം നിങ്ങളുടെ പേരൊന്ന് പറയാമോ? അപ്പൊ അതാ പറഞ്ഞത്, ഒരു ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റെക്കോർഡാണ്. എത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഇപ്പൊ ഓൺ എയർ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ പറഞ്ഞ കാര്യങ്ങൾ എത്ര തവണയാണ് ഒരു കസ്റ്റമറോട് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സാറിനെ നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. ഭാഗത്തൊന്നും ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് മന്ത്ലി സാലറി കിട്ടുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് മന്ത്ലി സാലറി കിട്ടുന്നുണ്ട്. വേറെ ഇതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നു. എത്ര തവണ സാർ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിരുന്നു? ഇതേ റെസൊല്യൂഷൻ തന്നെയല്ലേ സാർ നൽകിയിരുന്നത്? കൂടാതെ നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് സാറിനെ ഇന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. സോ ഇതേ റെസൊല്യൂഷൻ തന്നെയാണ് അവരും അറിയിച്ചിരുന്നത്. എക്സിക്യൂട്ടീവ് ഞങ്ങൾക്ക് നൽകാൻ ഇതേ സാധിക്കുകയുള്ളൂ. ഇനി എത്ര തുടർന്നാലും നമുക്ക് ഇത് തന്നെ സാധിക്കുകയുള്ളൂ സാർ. അപ്പൊ ഇതിനകത്ത് ഇതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു സിം എടുത്തോണ്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഉണ്ടാകുന്നത്? ഞങ്ങളുടെ ഇപ്പൊ പച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞങ്ങളുടെ പൈസ പിടുങ്ങിക്കൊണ്ടിരിക്കുവല്ലേ, ഇപ്പൊ വീണ്ടും പൈസ പിടുങ്ങാനുള്ള ഉദ്ദേശം അല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ സീനിയർ ഓഫീസറിന്റെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്തോണ്ടോ ഞങ്ങൾ യൂസറിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അവൈലബിൾ ആണെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അതല്ലേ ഞാൻ സാറിനോട് പറഞ്ഞത്, സീനിയേഴ്സ് അവൈലബിൾ അല്ല. തുടക്കത്തിൽ പറഞ്ഞു സാറിന് കോൾ ബാക്ക് വേണ്ട എന്ന് സാർ പറഞ്ഞു. സോ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ അവരിപ്പോൾ വേറെ കോളുകളിലാണ് സാർ. എത്ര നേരം പിടിക്കും ഒരു കോൾ കട്ട് ചെയ്തിട്ട് എന്റെ കോൾ? അങ്ങനെയൊന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല സാർ, എത്ര നേരം ആകുമെന്നുള്ള കാര്യം. ഒരു 1 hour ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർ ഞങ്ങൾക്ക് അതിൽ ഉറപ്പ് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് കോൾ ബാക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നത്. കോൾ ബാക്ക് അറേഞ്ച് ചെയ്തിട്ട് ഇന്ന് തന്നെ വിളിക്കുന്ന എനിക്ക് ഒരു ഉറപ്പില്ല, കാരണം എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. സാർ ഇന്ന് എന്തായാലും വിളിക്കാൻ സാധിക്കുന്നതല്ല. ഇനി നാളെ മോർണിംഗേ സാറിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നാളെ മോർണിംഗേ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നാളെ മോർണിംഗ് അപ്പൊ എനിക്ക് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ നിങ്ങൾ സംസാരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യണ്ടേ? ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല സർ കറന്റ്ലി. ഇവിടെ ഇപ്പൊ എനിക്ക് ഭയങ്കര നിസ്സഹായാവസ്ഥയാണ് ഈ ഒരു കാണുന്നത് ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്നും. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ പൈസ പോകുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ആരുടെ അടുത്തൊന്നും കംപ്ലൈന്റും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് ലീഗലായിട്ട് നീങ്ങാനാണെങ്കിൽ എനിക്ക് അതും പറ്റുന്നില്ല ഈ ഒരു കാര്യത്തില്. കാരണം വേറെ ഒന്നുമല്ല, ഒരു 299 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് നെറ്റ് കിട്ടുന്നില്ല, അതാണ് കാര്യം. ലീഗലായിട്ട് നീങ്ങാൻ നാണത്തെ കാണിച്ചിരുന്നു ഈ 300 രൂപയുടെ കേസിനൊക്കെ. കോടതി കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കയറിയാൽ തന്നെ ഇങ്ങനെ കയറിയും ഇങ്ങനെ നടക്കണം. അപ്പൊ ഒരാൾക്ക് ഒരു നീതി എന്നൊരു സംഭവം ഇല്ല. അല്ലെങ്കിൽ നീതി ഒന്നും വേണ്ട, നെറ്റ്വർക്ക് വേണം. അതാണ് ഒരു സാമാന്യം എന്താ പറയാ, ബേസിക് നീഡ്സ് എന്നാണ് പറയേണ്ടത് അല്ലേ? ഒരു സാധാരണ മൊബൈൽ ഒരു ഉപഭോക്താവിന്റെ ബേസിക് നീഡ്സ് അല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? നെറ്റ്വർക്ക്, അറ്റ്ലീസ്റ്റ് നെറ്റ്വർക്ക് എങ്കിലും. 4G വേണ്ട, പോട്ടെ 4G ഞാൻ വിട്ടു, 3G എങ്കിലും. ഇന്നലെ രാത്രി 4 മണി 3 മണി സമയത്ത് നെറ്റ് കട്ടായി പോയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നെറ്റ് കണക്റ്റേ ആവുന്നില്ല, പോലും വരുന്നില്ല. മാമിന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? പോലും വരുന്നില്ല. ഇന്നലെ 27-ാം തീയതി ഒരു പ്രോബ്ലം
മാറ്റിയേക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. മാത്രമല്ല 12 മണിക്ക് ശേഷം നിങ്ങളുടെ കോൾ സെന്റർ ഒന്നും ആക്റ്റീവ് ആകില്ല എന്ന് എൻ്റെ അടുത്തൊരു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ആ സമയത്ത് വിളിക്കാതിരുന്നത്. മനസ്സിലായോ? ഒന്നും കിട്ടുന്നില്ല. അത് അത്യാവശ്യ കാര്യത്തിനാണെങ്കിൽ ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ പോകുന്നതെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കി. നിലവിൽ നിങ്ങളുടെ കറന്റ് ഇപ്പോൾ ഭാഗത്തുനിന്ന് ചിന്തിച്ചു സീനിയേഴ്സ് നോക്കി. അവൈലബിൾ അല്ല. ഞങ്ങൾ കോൾ ബാക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഇതല്ലാതെ വേറെ റെസൊല്യൂഷൻ ഇല്ല. എന്റെ ഭാഗത്തുനിന്ന് നൽകാൻ ഈ ഒരു റെസൊല്യൂഷനേ ഉള്ളൂ സാർ. വേറെ ഒന്നും തന്നെ എന്റെ ഭാഗത്തുനിന്ന് നൽകാൻ സാധിക്കുന്നതല്ല. കോൾ ബാക്ക് സീനിയർ സീനിയേഴ്സ് എപ്പോഴാണോ? വേണം. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി. ഫൈൻ. നിങ്ങൾ സീനിയർ എപ്പോഴാണോ അവൈലബിൾ ആകുന്നത് അപ്പൊ എനിക്ക് കോൾ ബാക്ക് അറേഞ്ച് ചെയ്തോ. രാത്രിയോ പകലോ തീർച്ചയായിട്ടും. ഉച്ചയ്ക്കോ നിങ്ങളുടെ തോന്നിയ സമയത്ത് നമുക്ക് സംസാരിക്കാം. അയച്ചോ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.